എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നവംബർ മാസത്തിൽ വീണ്ടും ഞാൻ ഒരറിയിപ്പായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുകയാണ്. ഏറ്റവും ആദ്യം തന്നെ ഇന്നലെ എൻ്റെ ജന്മദിനമായിരുന്നു. ജന്മദിനത്തോടനുബന്ധിച്ച് കൊച്ചച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പള്ളിയിൽ കാലത്തെ കുർബാനയ്ക്ക് ശേഷം കൈക്കാരന്മാരും കൊച്ചച്ഛൻ്റെയും ഫാമിലി യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നമ്മളൊരു ചെറിയ കേക്ക് മുറിച്ചു. എല്ലാവരും മധുരം പങ്കിട്ടു. അതേക്കാളുപരി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ളവരും വ്യക്തിപരമായിട്ട് പലരും എന്നെ വിളിച്ചിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇന്നലത്തെ ദിവസം ഞാൻ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഓരോരുത്തരും അതിൽ പങ്കാളികളാണ്. അപ്പോൾ ആ ജന്മദിനത്തിന് നിങ്ങൾ കാണിച്ച ആ സ്നേഹത്തിനും നിങ്ങളുടെ ആ ഒരു കരുതലിനും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. നാളെ മിശിഹായുടെ രാജ്യത്തെ തിരുനാളാണ്. രാജ്യത്തെ തിരുനാൾ നമ്മൾ എല്ലാ വർഷവും നിങ്ങൾക്കറിയാം, നമ്മൾ വിശ്വാസ പരിശീലന വിഭാഗത്തിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ നമ്മൾ രണ്ടാമത്തെ കുർബാനയോടനുബന്ധിച്ച് നമ്മൾ റാലി നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം അത് മനോഹരമായിട്ട് നടത്തിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ വർഷം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അങ്ങനെ ഒരു റാലി നടത്താനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും മിശിഹായുടെ രാജ്യത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ഇനിയൊരു പ്രധാന കാര്യമുള്ളത്, നമ്മൾ ഇവിടെ നമ്മുടെ പള്ളിയുടെ തെക്ക് ഭാഗത്ത് സിംതേരിയുടെ ഇടയ്ക്കുള്ള ആ പ്രദേശത്ത് നമ്മൾ പച്ചക്കറികൾ നട്ടിരുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളൊരു മാതൃകാ കൃഷിത്തോട്ടം എന്നുള്ള രീതിയിൽ വിശ്വാസ പരിശീലന വിഭാഗത്തിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കരുതൽ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ നിറച്ച് നമ്മൾ ചെടികളൊക്കെ നട്ടിരുന്നു. പിന്നെ ആ ചെടികൾ നമ്മൾ അത് പരിപോഷിപ്പിച്ചു കൊണ്ടിരുന്നു. നനയ്ക്കേണ്ട സമയത്ത് നനച്ചു, വളമിടേണ്ട സമയത്തൊക്കെ വളമിട്ടു. ഇപ്പോൾ ഇതെല്ലാം ഏകദേശം നല്ല ഫലം ചൂടി നിൽക്കുന്ന അവസരമാണ്. നമുക്കറിയാം, ഈ അവസരത്തിൽ നമുക്കത് എല്ലാ ദിവസവും അതിന് നനയ്ക്കാനും അതുകൂടാതെ അതിൻ്റെ വളമിടുന്ന കാര്യങ്ങളിലൊക്കെ സഹായിക്കാനും എല്ലാം നമ്മുടെ സേവിച്ചേട്ടനുണ്ടായിരുന്നു. നമുക്കറിയാം, സേവിച്ചേട്ടൻ നമ്മുടെ ഇടവകയിൽ വർഷങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾക്ക് സഹായിക്കുകയും പള്ളിയുടെ ഓരോ കാര്യത്തിൽ നമുക്ക് പള്ളിയുടെ പുറത്തുള്ള കാര്യങ്ങളിലൊക്കെ കൃഷി സംബന്ധമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഈ കൃഷി, നമ്മൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഈ കൃഷി ചെയ്യാനൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കെപ്പോഴും സേവിച്ചേട്ടൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. സേവിച്ചേട്ടൻ നനയ്ക്കാനും ഉണ്ടാകും, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. അപ്പം നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ആ പച്ചക്കറി തോട്ടത്തിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. നമ്മൾ തക്കാളിയുണ്ട്. തക്കാളി നമുക്കൊരു ഏകദേശം 60 ഗ്രോ ബാഗിൽ നമ്മൾ തക്കാളി വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഫലം ചൂടി നിൽക്കുകയാണ്. ഇനി അത് പഴുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ ഇതിനേക്കാളും ഭംഗിയായിരിക്കും. എങ്കിൽ പോലും അത് മനോഹരമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ചെയ്യുക, ഈ തക്കാളി നമ്മൾ ശനിയാഴ്ചകളിൽ നമ്മൾ പറിച്ച് ഞായറാഴ്ചകളിൽ പള്ളിയിൽ ലേലം ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ വിവരം നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ പടത്തിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ട് അത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ നമ്മുടെ റെഡ് ലേഡി പപ്പായയൊക്കെ നമ്മൾ വെച്ചത് വളർന്നു വരുന്ന നിങ്ങൾക്ക് കാണാം. അതോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് അവിടെ നമ്മുടെ വഴുതനയും ഫലം ചൂടി നിൽക്കുന്ന വഴുതനയൊക്കെ നമ്മൾ പല പ്രാവശ്യം പറിച്ച് നമ്മൾ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് ശേഷം ലേലം വിളിച്ചിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്ത് നമുക്കുള്ളത് ഏകദേശം നമ്മളൊരു 80-ലധികം ഗ്രോ ബാഗിൽ നമ്മൾ മുളക് വെച്ചിട്ടുണ്ട്, പച്ചമുളക് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് അതുകൂടാതെ അതിൽ ചില കാന്താരി മുളകുമുണ്ട്. അപ്പോൾ അതും ഫലം ചൂടി നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നമ്മൾ അതിൽ നിന്ന് ഓരോ ശനിയാഴ്ചയും അതിൻ്റെ ഫലം പറിച്ച് നമ്മൾ ലേലം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതും ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട്. കാരണം മനോഹരമായിട്ടത് വരുന്നുണ്ട്. അതിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മൾ കുറച്ച് കാന്താരി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, മുളകൊക്കെ വെച്ചിട്ടുണ്ട്. അതും മനോഹരമായിട്ട് വരുന്നുണ്ട്. മറ്റൊന്നുള്ളത്, നമുക്കൊരു 20 ഗ്രോ ബാഗിൽ നമുക്ക് കോളിഫ്ലവർ ഉണ്ട്, 20 ഗ്രോ ബാഗിൽ ക്യാബേജ് ഉണ്ട്. ഈ ക്യാബേജും കോളിഫ്ലവറും വളരെ മനോഹരമായിട്ട് ഈ കാലാവസ്ഥയിൽ വളർന്നു വരുന്നുണ്ട്. ഫലം ചൂടിയിട്ടില്ല. അത് ഈ തണുപ്പിൻ്റെ ഈ സാഹചര്യത്തിൽ അത് ഫലം ചൂടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അതും വളരെ മനോഹരമായിട്ട് വരുന്നുണ്ട്. അതും ഫലം ചൂടുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ വെണ്ടയ്ക്കയും നട്ടിട്ടുണ്ട്. ആ വെണ്ടയും കുറച്ച് നമ്മൾ നട്ടിട്ടുണ്ട്, കുറച്ച് ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഫലം ചൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ അടുത്തുള്ള നമ്മളൊരു പക്ഷേ ഒത്തിരി പുല്ല് പിടിച്ച് കിടന്നിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് തക്കാളിയും കോളിഫ്ലവറും ക്യാബേജും വെണ്ടയ്ക്കയും മുളകും കാന്താരി മുളകും വഴുതനയൊക്കെ വളരുമ്പോൾ, കൂടാതെ റെഡ് ലേഡി പപ്പായൊക്കെ വളരുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയുണ്ടാകും. അത് ഒരുപക്ഷെ എനിക്കത് വളരെ ഭംഗിയായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന കാണുന്നവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിൽ വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ മനോഹരമായിട്ടത് പോകുന്നു. അതിൻ്റെ പിന്നിൽ ഒത്തിരി പ്രവർത്തിക്കുന്ന സേവിച്ചേട്ടനെ ഞാൻ
നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പാരിഷ് ഹാളിൻ്റെ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതായത് നമ്മുടെ പാരിഷ് ഹാൾ നമ്മൾ ഇനി മുതൽ നമ്മുടെ ചടങ്ങുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പാരിഷ് ഹാൾ ഉപയോഗിക്കാം, പക്ഷേ അത് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളൂ. അത് ഓരോ സമയത്ത് ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന നിയമത്തിനനുസരിച്ച് ഓരോ സമയത്ത് ഇത്ര പേര് പാടുള്ളൂവെങ്കിൽ അതേ പറ്റത്തുള്ളൂ. പിന്നീട് വേറെ വ്യത്യസ്തമായൊരു നമ്പറാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. പക്ഷേ നമ്മളെന്തായാലും ഇവിടെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കണം. കാരണം ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു പാരിഷ് ഹാൾ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്നും നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയൊരു പ്രധാന കാര്യമുള്ളത്, നമ്മൾ ഡിസംബർ മാസത്തോടനുബന്ധിച്ച് നമ്മുടെ കുർബാനയുടെ സമയങ്ങളിൽ ചില വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്കറിയാം, നവംബറിൽ നമ്മൾ ഓരോ യൂണിറ്റിന് വേണ്ടി പ്രത്യേക കുർബാന ആയതുകൊണ്ട് നമ്മൾ 6:30 കുർബാന വെച്ച് പിന്നെ സെമിത്തേരിയിൽ ഒപ്പീസായിരുന്നു. നവംബർ 30 അത് തീരുകയാണ്. അപ്പോൾ നമ്മൾ ഡിസംബർ മാസം മുതൽ നമ്മൾ ചെയ്യുക, ഇടദിവസങ്ങളിലൊക്കെ നമുക്ക് കാലത്ത് 5:45 കുർബാന നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ ഡിസംബർ മാസത്തിൽ കാലത്ത് 5:45 ഉള്ള കുർബാനയുണ്ടായിരിക്കും. അതിനുശേഷം 6:45 കുർബാനയുണ്ടായിരിക്കും. 2 കുർബാനയും കാലത്ത് തന്നെയായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും കാലത്ത് 5:45 6:45 കുർബാന. ഇനി അതിൽ വ്യത്യാസങ്ങൾ വരുന്ന അവസരത്തിൽ വീണ്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡിസംബർ മാസം ആരംഭിക്കുന്നു 1-ാം തീയതി മുതൽ കാലത്ത് 5:45 കുർബാന, അതിനുശേഷം 6:45 കുർബാന. പിന്നെ നമ്മൾ ആ കുർബാന തുടർന്ന് കഴിയുമ്പോൾ ഇനി അതിൽ ആളുകളുടെ വരവിൽ കുറവുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ചില വിഭിന്നതകളുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിച്ചിട്ട് അതിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഡിസംബർ മാസം ഞായറാഴ്ചകളിൽ, അതായത് ഡിസംബർ 6 ഞായറാഴ്ച, നിങ്ങൾക്കറിയാം, ഞാൻ ഇച്ചിരി നേരത്തെ അറിയിക്കുന്നുള്ളൂ. ഡിസംബർ മാസത്തിൽ 1-ാമത്തെ ഞായറാഴ്ച മുതൽ കാലത്ത് 9 മണിക്കൊരു കുർബാന കൂടി ഉണ്ടായിരിക്കും. ഈ കാലത്ത് 9 മണിയുടെ കുർബാന നമ്മൾ വിശ്വാസ പരിശീലന വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് പള്ളിയിൽ വരാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഓരോ ക്ലാസ്സിലെ കുട്ടികളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കും. അപ്പോൾ ആദ്യം 12-ാം ക്ലാസ്സിലായിരിക്കും. കാരണം ഇവർക്കൊക്കെ വിശ്വാസ പരിശീലന വിഭാഗത്തിനകത്തുള്ള പരീക്ഷകളൊക്കെ അടുത്ത് പെട്ടെന്ന് തീരും. അപ്പോൾ അതിക്ക് മുമ്പ് ഈ ഒരു വർഷം അവർക്ക് പള്ളിയിൽ വരാനേ സാധിച്ചിട്ടില്ല, നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അവരെ ക്ലാസ് വൈസ് നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് അവരോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസംബർ 1-ാമത്തെ ഞായറാഴ്ച മുതൽ അതിനുള്ള ക്രമീകരണം നടത്തുന്നുണ്ട്. നേരത്തെ കൂട്ടി അറിയിക്കുന്നത് അത് ക്ലാസ്സുകളിലുള്ള കുട്ടികളെ അവരവരുടെ ക്ലാസ് ടീച്ചേഴ്സ് ആ വിവരം അറിയിക്കുന്നതായിരിക്കും. ആ കുർബാനയ്ക്ക് മതാധ്യാപകരും വരുന്നതായിരിക്കും. പ്ലസ് ഈ നിശ്ചയിച്ചിട്ടുള്ള ക്ലാസ്സുകളിൽ കുട്ടികളും വരുന്നതായിരിക്കും. അത് ഏത് ക്ലാസ് ആദ്യത്തെ ഞായറാഴ്ച വരുന്നു, ഏത് ക്ലാസ് 2-ാമത്തെ ഞായറാഴ്ച എന്നുള്ളതൊക്കെ അതത് ക്ലാസ്സുകാരെ അതത് ക്ലാസ് ടീച്ചേഴ്സ് അറിയിക്കുകയായിരിക്കും. അപ്പോൾ ഈ 2 കാര്യം ഞാൻ മുൻകൂട്ടി അറിയിക്കുന്നത് കാരണം ഇച്ചിരി നേരത്തെ നിങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ച. അടുത്ത ആഴ്ച ഒന്നും ആരംഭിക്കുന്നില്ല. ഡിസംബർ 1-ാം തീയതി മുതൽ കുർബാന 5:45 6:45 കാലത്ത്. ഞായറാഴ്ചകളിൽ നമുക്ക് കാലത്ത് 7 മണിക്കുള്ള കുർബാന, പിന്നെ അതിനുശേഷം 9 മണിക്കൊരു കുർബാന, അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് കുർബാന. അപ്പോൾ ഇത്രയും കാര്യം എല്ലാവരെയും പ്രത്യേകം അറിയിക്കുകയാണ്. കൂടാതെ ഡിസംബർ 1-ാം തീയതി മുതൽ കുർബാനയോടനുബന്ധിച്ച് നമ്മൾ സാധാരണ ചൊല്ലുന്ന നൊവേനകളും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ ഒരാഴ്ച പ്രത്യേകമായിട്ട് നേരുകയാണ്. ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.